ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാക് സൈനിക മേധാവി അസീം മുനീറിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ വലിയ തിരിച്ചടി പാകിസ്ഥാൻ നേരിട്ടപ്പോൾ അസീം മുനീറിനെ സൈനിക മേധാവി സ്ഥാനത്ത് നിന്നും സ്ഥാനഭ്രഷ്ടനാക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നു. യുദ്ധവെറിയനായ അസീമിനെ നീക്കണമെന്ന് രാജ്യത്തിന്റെ പല കോണിൽ നിന്നും മുറവിളികൾ ഉയർന്നതായും വാർത്തകൾ വന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചതാകട്ടെ നേരെ തിരിച്ച്. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അസീം മുനീറിന്റെ പദവി ഉയർത്തുകയാണ് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ചെയ്തത്. അസീം മുനീറിനെ പരമോന്നത പദവിയായ ഫീൽഡ് മാർഷലിലേക്ക് ഉയർത്തിയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും ട്രോളുകളുമാണ് ഉയരുന്നത്. എന്നാൽ ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും അപ്പുറം ഇന്ത്യക്കെതിരെ ഏത് സമയത്തും ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന പാകിസ്ഥാന്റെ ഗൂഢാലോചന സിദ്ധാന്തവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പാക് സൈന്യത്തെ മതാധിഷ്ഠിതമാക്കിയ സേനാ മേധാവി എന്ന നിലയിൽ ജിഹാദി ആശയമുള്ള ഭീകര സംഘടനകൾക്ക് ഏറെ പ്രിയപ്പെട്ട നേതാവാണ് അസീം. അതിർത്തിയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും സംഘർഷാവസ്ഥ നിലനിർത്താനും ഇതിലൂടെ പാകിസ്ഥാന് കഴിയും. അസീം നടത്തിയ പ്രകോപന പ്രസംഗത്തിന് ശേഷമാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്കെതിരെ ഭീകരാക്രമണം നടക്കുന്നത്. 1947 ഇന്ത്യ രാജ്യം ഇന്ത്യയും പാകിസ്ഥാനുമായി പിളരാൻ കാരണമായ ഹിന്ദു മുസ്ലിം ദ്വിരാഷ്ട്രവാദം വരെ വീണ്ടും ഉയർത്തിയായിരുന്നു ആ പ്രകോപനം. അസീമിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് വഴി പാക് ഭരണകൂടത്തെക്കാൾ അതിർത്തിയിലെയും സൈനിക നീക്കങ്ങളിലെയും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കൂടുതൽ അവകാശം അസീമിൽ വന്നു ചേരും. അസീമിന്റെ ഫീൽഡ് മാർഷൽ പദവിയിൽ ചൈനയ്ക്കുള്ള താല്പര്യവും അതാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി അശാന്തമായിരിക്കുക എന്നത് ചൈനയുടെ കൂടി ആവശ്യമാണ്. മേഖലയിലെ ഏത് അസ്ഥിരതയും ചൈനയ്ക്ക് ഗുണം ചെയ്യും. ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപം കുറയും. അതിർത്തിയിലെ പ്രദേശങ്ങളിൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കാൻ ചൈനയ്ക്ക് ഇതുവഴി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന ഉപകരണമായാകും ചൈന അസീമിനെ കാണുക. $60 ബില്യൺ വിലമതിക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും അതിലൂടെ ഇന്ത്യയുടെ വെല്ലുവിളി തടയുകയും ഇവരുടെ ലക്ഷ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ച നൂതന PL-15 മിസൈലുകൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ സൈനിക ഉപകരണങ്ങളുടെ 80% നൽകിയത് ചൈനയാണെന്നത് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണ്. ഐക്യരാഷ്ട്രസഭയിൽ ജെയ്ഷെ മുഹമ്മദിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ചൈന നിരന്തരം തടഞ്ഞത് ചരിത്രത്തിലെ അതിന്റെ മറ്റൊരു ഉദാഹരണം. എന്നാൽ ഇതെല്ലാം എത്രമാത്രം പാകിസ്ഥാൻ ഉദ്ദേശിച്ച രീതിയിലാവുമെന്ന് കണ്ടറിയണം. കാരണം ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ ഫീൽഡ് മാർഷലായി ഒരു സൈനിക മേധാവി വന്നത് 1959 അന്ന് പട്ടാള ഭരണത്തിലേക്കാണ് ആ നീക്കം അവസാനിച്ചത്. അന്ന് ഇടയ്ക്കിടെയുള്ള രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധ ശബ്ദങ്ങളിൽ അസ്വസ്ഥനായിരുന്ന പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ പട്ടാള ഭരണം പ്രഖ്യാപിച്ച് ജനറൽ അയൂബ് ഖാനെ ചീഫ് പട്ടാള നിയമ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. 1947 രൂപീകരണ ശേഷം നിരന്തരമുള്ള അവിശ്വാസ പ്രമേയങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന സഖ്യകക്ഷികൾ, അസ്ഥിരമായ പാർലമെന്ററി സംവിധാനം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് മിർസ അന്ന് ആ നീക്കം നടത്തിയത്. അയൂബ് വിശ്വസ്തനായ ഒരു കീഴുദ്യോഗസ്ഥനായി തുടരുമെന്ന് മിർസ കരുതിയെങ്കിലും അയാൾ തന്റെ അധികാരം ഉപയോഗിച്ച് സ്വയം ഫീൽഡ് മാർഷൽ ആവുകയും രാജ്യത്തെ തനിക്ക് തോന്നുന്ന രീതിയിൽ നിയന്ത്രിക്കുകയും പാക് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു. 1969 വരെ അത് തുടർന്നു. 65 വർഷങ്ങൾക്കിപ്പുറം പാകിസ്ഥാന് വീണ്ടും ഒരു ഫീൽഡ് മാർഷൽ ഉണ്ടാവുകയാണ്. പാകിസ്ഥാൻ പോലൊരു രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാൾ സൈനിക ശക്തിക്കാണ് എന്നും മുൻതൂക്കം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കടുത്ത യുദ്ധവെറിയനും വർഗീയവാദിയുമായ ഒരാളെ ആണവായുധങ്ങൾ അടക്കമുള്ള ആയുധശേഖരത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണങ്ങൾ ഏൽപ്പിക്കുക വഴി അതിർത്തി രാജ്യമായ ഇന്ത്യയെ മാത്രമല്ല ലോക രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തുകയും കടുത്ത അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് ജനങ്ങളെ ഇട്ടുകൊടുക്കുകയുമാണ് ഷഹബാസിന്റെ ഭരണകൂടം ചെയ്യുന്നത്. അതിന് ലോകത്തിനു മുന്നിൽ പാകിസ്ഥാന് വലിയ വില കൊടുക്കേണ്ടി വരും.